നമസ്കാരം, ആർച്ച PSC ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് UP സ്കൂൾ അസിസ്റ്റന്റ് എക്സാമിൽ നിന്നുള്ള 50 GK ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമായതിനാൽ മറ്റ് എക്സാമുകൾക്കും ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. 1. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നദിയുടെ തീരത്താണ് റോമ നഗരം സ്ഥിതി ചെയ്യുന്നത്? ടൈബർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നദിയുടെ തീരത്താണ് റോമ നഗരം സ്ഥിതി ചെയ്യുന്നത്? ടൈബർ നദിയുടെ. 2. പട്ടണം ഉത്ഖനനം നടക്കുന്ന ജില്ല? എറണാകുളം. പട്ടണം ഉത്ഖനനം നടക്കുന്ന ജില്ലയാണ് എറണാകുളം. 3. സിമ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം? കടൽത്തറ. സിമ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗമാണ് കടൽത്തറ. 4. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ? ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭയുടെ സ്ഥാപകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. 5. ഏതിനു പകരമുള്ള പുതിയ സംവിധാനമാണ് 2015 നിലവിൽ വന്ന നീതി ആയോഗ്? ആസൂത്രണ കമ്മീഷൻ. ഏതിന് പകരമുള്ള പുതിയ സംവിധാനമാണ് 2015 നിലവിൽ വന്ന നീതി ആയോഗ്? ആസൂത്രണ കമ്മീഷന്. 6. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 7. ഡയറ്റ് ഏത് രാജ്യത്തിന്റെ പാർലമെന്റാണ്? ജപ്പാൻ. ഡയറ്റ് എന്നത് ജപ്പാന്റെ പാർലമെന്റാണ്. 8. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി? ചാലക്കുടി പുഴ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലക്കുടി പുഴ. 9. ഹാരഡ് ഡോമർ മോഡൽ അടിസ്ഥാനമായി സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി? ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹാരഡ് ഡോമർ മോഡൽ അടിസ്ഥാനമായി സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. 10. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് APJ അബ്ദുൽ കലാം. 11. ക്ലോർ ആൽക്കലി പ്രവർത്തനം താഴെ പറയുന്ന ഏത് രാസവസ്തുവിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ. ക്ലോർ ആൽക്കലി പ്രവർത്തനം താഴെ പറയുന്ന ഏത് രാസവസ്തുവിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോഡിയം ഹൈഡ്രോക്സൈഡ്. 12. ആംസ്ട്രോം മെഷർ എന്നത് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ഓപ്ഷനകത്ത് ആൻസർ ഇല്ല. പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം അളക്കുന്നതാണ് ആംസ്ട്രോം മെഷർ. 1 ആംസ്ട്രോം എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. അപ്പം ആംസ്ട്രോം മെഷർ എന്നത് പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 13. താഴെ പറയുന്നവയിൽ പോസിറ്റീവ് ചാർജുള്ളത് ഏത്? ആൽഫ കണം. താഴെ പറയുന്നവയിൽ പോസിറ്റീവ് ചാർജുള്ള കണം ഏതെന്ന് ചോദിച്ചാൽ ആൽഫ കണമാണ്. 14. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത്? റോമർ. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമറാണ്. 15. നീലപ്രകാശവും പച്ചപ്രകാശവും കൂട്ടി യോജിച്ചാൽ ഉണ്ടാകുന്ന നിറം? സയൻ. നീലപ്രകാശവും പച്ചപ്രകാശവും കൂട്ടി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന നിറമാണ് സയൻ. 16. എക്സ്റേ പതിക്കാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത്? ലെഡ്. എക്സ്റേ പതിക്കാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ലെഡ്. 17. ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി ഏത് വസ്തുവാണ്? സിലിക്കൺ ഡയോക്സൈഡ്. ക്വാർട്സ് ക്രിസ്റ്റൽ എന്നത് രാസപരമായി ഏത് വസ്തുവാണ്?
സിലിക്കൺ ഡയോക്സൈഡ്. 18. മോണോസൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? തോറിയം. മോണോസൈറ്റ് എന്നത് തോറിയത്തിൻ്റെ അയിരാണ്. 19. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ടാർട്ടാറിക് ആസിഡ്. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. 20. എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസപരമായി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓർഗാനോക്ലോറിൻ. എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓർഗാനോക്ലോറിൻ. 21. സെന്റിഗ്രേഡും ഫാരൻഹീറ്റും ഒരുപോലെയാകുന്ന താപനില. -40 ഡിഗ്രി. സെന്റിഗ്രേഡും ഫാരൻഹീറ്റും ഒരേപോലെ ആകുന്ന താപനിലയാണ് -40 ഡിഗ്രി. 22. കടൽ വെള്ളത്തിൻ്റെ pH. തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഇല്ല. 7.5 to 8.4 ആണ് ശരിയായ ആൻസർ. അപ്പം കടൽ വെള്ളത്തിൻ്റെ pH എന്ന് ചോദിച്ചാൽ 7.5 to 8.4 ആണ്. 23. ലോഹദ്യുതിയുള്ള അലോഹം. അയഡിൻ. ലോഹദ്യുതിയുള്ള അലോഹമാണ് അയഡിൻ. 24. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം. ടെക്നീഷ്യം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം. 25. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. 26. അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ്. ക്രൂക്സ് ഗ്ലാസ്. അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ആണ് ക്രൂക്സ് ഗ്ലാസ്. 27. കാന്തശക്തിയുടെ യൂണിറ്റ്. വെബർ. കാന്തശക്തിയുടെ യൂണിറ്റ് ആണ് വെബർ. 28. വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ. കോൺവെക്സ്. വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. 29. ഒരു ചാലകത്തിൻ്റെ നീളം കൂടും തോറും അതിൻ്റെ റെസിസ്റ്റിവിറ്റി. മാറ്റമില്ല. ഒരു ചാലകത്തിൻ്റെ നീളം കൂടും തോറും അതിൻ്റെ റെസിസ്റ്റിവിറ്റിയിൽ മാറ്റമില്ല. 30. ന്യൂക്ലിയസിൻ്റെ വലിപ്പം അളക്കുന്നത്. ഫെർമി. ന്യൂക്ലിയസിൻ്റെ വലിപ്പം അളക്കുന്നത് ഫെർമി. 31. ജീവാണുവളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണുവിന് ഉദാഹരണം. ബാസിലസ് പോളിമിക്സ്. ജീവാണുവളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണുവിന് ഉദാഹരണമാണ് ബാസിലസ് പോളിമിക്സ്. 32. ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത്? സൂക്രോസായിട്ട്. ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത്? സൂക്രോസ്. 33. ബീജമൂലത്തിൻ്റെയും ബീജശീർഷത്തിൻ്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റം ഏത്? എപ്പിക്കൽ മെരിസ്റ്റം. ബീജമൂലത്തിൻ്റെയും ബീജശീർഷത്തിൻ്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റമാണ് എപ്പിക്കൽ മെരിസ്റ്റം. 34. സാർക്കോമ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറാണ്? അസ്ഥി. സാർക്കോമ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറാണ്? അസ്ഥിയിലുണ്ടാകുന്നത്. 35. പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുന്നത്? ജലത്തിലൂടെ. പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുന്നത്? ജലത്തിലൂടെ. 36. ക്ലോറോഫിൽ ബി ഇവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. C55H70O6N4Mg. ക്ലോറോഫിൽ ബി താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. C55H70O6N4Mg എന്നതാണ്. 37.
കോശ ശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് രക്തത്തിൽ എത്തുന്നതെങ്ങനെ? ടിഷ്യൂ ദ്രവത്തിലൂടെ. കോശ ശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് രക്തത്തിൽ എത്തുന്നതെങ്ങനെ? ടിഷ്യൂ ദ്രവങ്ങളിലൂടെയാണ്. 38. PPLO എന്ന ഏകകോശ ജീവി ഏത് വിഭാഗത്തിൽ പെടുന്നു? മൈക്കോപ്ലാസ്മ. PPLO എന്ന ഏകകോശ ജീവി ഏത് വിഭാഗത്തിൽ പെടുന്നു? മൈക്കോപ്ലാസ്മ. 39. പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ഏത്? യെർസീനിയ പെസ്റ്റിസ്. പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരിയാണ് യെർസീനിയ പെസ്റ്റിസ്. 40. അൽക്കഹരിത് ഏത് പച്ചക്കറിയുടെ ഇനമാണ്? പാവൽ. അൽക്കഹരിത് ഏത് പച്ചക്കറിയുടെ ഇനമാണ്? പാവൽ. 41. മധ്യപ്രദേശ് വഴി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ താഴെ പറയുന്നവയിൽ ഏതാണ്? 23.5 ഡിഗ്രി ഉത്തരായന രേഖ. മധ്യപ്രദേശ് വഴി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ താഴെ പറയുന്നവയിൽ ഏതാണ്? 23.5 ഡിഗ്രി ഉത്തരായന രേഖയാണ്. 42. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപപ്പെട്ടതും അവസാനമായി വിഭജിക്കപ്പെട്ടതുമായ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപപ്പെട്ടതും അവസാനമായി വിഭജിക്കപ്പെട്ടതുമായ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ആന്ധ്രാപ്രദേശ്. 43. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? തമിഴ്നാട്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? തമിഴ്നാട്. 44. പർവ്വത വിജ്ഞാനത്തെപ്പറ്റി അറിയാൻ താഴെ പറയുന്നവയിൽ ഏത് പഠനശാഖയാണ് സഹായിക്കുന്നത്? ഓറോഗ്രഫി. പർവ്വത വിജ്ഞാനത്തെപ്പറ്റി അറിയാൻ താഴെ പറയുന്നവയിൽ ഏത് പഠനശാഖയാണ് സഹായിക്കുന്നത്? ഓറോഗ്രഫി. 45. ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? പശ്ചിമ ബംഗാൾ. ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 46. റോഡുകൾക്കോ നദികൾക്കോ സമാന്തരമായി വരിവരിയായി കാണുന്ന വാസസ്ഥലങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? രേഖീയ മാതൃക. റോഡുകൾക്കോ നദികൾക്കോ സമാന്തരമായി വരിവരിയായി കാണുന്ന വാസസ്ഥലങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? രേഖീയ മാതൃക. 47. മത്സ്യബന്ധനം താഴെ പറയുന്നവയിൽ ഏത് മേഖലയിൽ പെടുന്നു? പ്രാഥമിക മേഖല. മത്സ്യബന്ധനം എന്നത് പ്രാഥമിക മേഖലയിലാണ് പെടുന്നത്. 48. താഴെ പറയുന്നവയിൽ ഏതൊക്കെ വിഭാഗങ്ങൾ ചേർന്നതാണ് ശിലാമണ്ഡലം? മാൻഡിലും ഭൂവൽക്കവും. താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് ശിലാമണ്ഡലം? മാൻഡിലും ഭൂവൽക്കവും. 49. എല്ലാ ശിലകളും താഴെ പറയുന്ന ഏത് ശിലയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്? ആഗ്നേയശില. എല്ലാ ശിലകളും താഴെ പറയുന്ന ഏത് ശിലയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്? ആഗ്നേയശിലയിൽ നിന്നും. 50. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ താഴെ പറയുന്ന ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാകുന്നത്? ട്രോപ്പോസ്ഫിയറിൽ. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ താഴെ പറയുന്ന ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാകുന്നത്? ട്രോപ്പോസ്ഫിയറിൽ. 51. ലോകമാന്യ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് താഴെ പറയുന്നവരിൽ ആരാണ്? ബാലഗംഗാധര തിലകൻ. ലോകമാന്യ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് ബാലഗംഗാധര തിലകനാണ്. 52. ബുർബൺ രാജവംശം താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്താണ് അധികാരത്തിലിരുന്നത്? ഫ്രാൻസിൽ. ബുർബൺ രാജവംശം താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്താണ് അധികാരത്തിലിരുന്നത്? ഫ്രാൻസിൽ. 53.
ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിനെ ഭയന്നൊളിച്ച പെൺകുട്ടി താഴെ പറയുന്നവരിൽ ആരാണ്? ആൻ ഫ്രാങ്ക്. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിനെ ഭയന്നൊളിച്ച പെൺകുട്ടി താഴെ പറയുന്നവരിൽ ആരാണ്? ആൻ ഫ്രാങ്ക്. 54. ജ്ഞാനോദയ ചിന്തകളുടെ സവിശേഷത താഴെ പറയുന്നതിൽ ഏതാണ്? ശാസ്ത്രീയ വീക്ഷണം. ജ്ഞാനോദയ ചിന്തകളുടെ സവിശേഷത താഴെ പറയുന്നതിൽ ഏതാണ്? ശാസ്ത്രീയ വീക്ഷണം. 55. 1756 പ്രഷ്യ സക്സണിലെ ആക്രമിച്ചതിനെ തുടർന്ന് യൂറോപ്പിൽ ആരംഭിച്ച യുദ്ധം താഴെ പറയുന്നവയിൽ ഏതാണ്? സപ്തവത്സര യുദ്ധം. 1756 പ്രഷ്യ സക്സണിനെ ആക്രമിച്ചതിനെ തുടർന്ന് യൂറോപ്പിൽ ആരംഭിച്ച യുദ്ധമാണ് സപ്തവത്സര യുദ്ധം. 56. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണപരിഷ്കാരം താഴെ പറയുന്നവയിൽ ഏതാണ്? കമ്പോള പരിഷ്കരണം. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണപരിഷ്കാരം താഴെ പറയുന്നവയിൽ ഏതാണ്? കമ്പോള പരിഷ്കരണം. 57. 1191 ഒന്നാം തറൈൻ യുദ്ധത്തിൽ വിജയിച്ച രാജാവ് താഴെ പറയുന്നവരിൽ ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ. 1191 ഒന്നാം തറൈൻ യുദ്ധത്തിൽ വിജയിച്ച രാജാവ് താഴെ പറയുന്നവരിൽ ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ. 58. കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ലഭിച്ച തെളിവുകൾ ഏത് കാലഘട്ടത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? ഇരുമ്പ് യുഗത്തെപ്പറ്റി. കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ലഭിച്ച തെളിവുകൾ ഏത് കാലഘട്ടത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? ഇരുമ്പ് യുഗത്തെപ്പറ്റി. 59. പഴന്തമിഴ് പാട്ടുകളിൽ പ്രതിപാദിക്കുന്ന തിണകൾ അല്ലാത്തവ താഴെ പറയുന്നവയിൽ ഏതാണ്? വാളഞ്ചിയർ. പഴന്തമിഴ് പാട്ടുകളിൽ പ്രതിപാദിക്കുന്ന തിണകൾ അല്ലാത്തവ താഴെ പറയുന്നവ ഏതാണ്? വാളഞ്ചിയർ. 60. മോഹൻജദാരോയിൽ ഉത്ഖനനങ്ങൾ നടത്തിയത് താഴെ പറയുന്നവയിൽ ആരുടെ നേതൃത്വത്തിലായിരുന്നു? R.D. ബാനർജി. മോഹൻജദാരോയിൽ ഉത്ഖനനങ്ങൾ നടത്തിയത് താഴെ പറയുന്നവരിൽ ആരുടെ നേതൃത്വത്തിലായിരുന്നു? R.D. ബാനർജി. ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കണിൽ ഓൾ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.